ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വെരി സ്പെഷ്യൽ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോയാണ്. നമ്മുടെ ആത്താസിൻ്റെ സ്പെഷ്യൽ ബാംഗ്ലൂർ ബിരിയാണി. ഇത് ആത്താൻ്റെ മാത്രം സ്പെഷ്യൽ ബിരിയാണി, വെരി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുമ്പോൾ ഞാനിതാ കോപ്പി അടിക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇതാ കോപ്പി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാമാണ് നമ്മുടെ സ്പെഷ്യൽ ബാംഗ്ലൂർ ബിരിയാണിയുടെ എന്താ പറയുക ഇൻഗ്രീഡിയൻസ്. ഇത് മല്ലിച്ചപ്പ്, ഒരു കപ്പ് മല്ലിച്ചപ്പ് അല്ല പുതിന, ഒരു കപ്പ് എന്താ ചെയ്യേ മല്ലിച്ചപ്പൻ പുതിന മാറിപ്പോയി. ഒരു കപ്പ് ചെറിയ കുറച്ച് ഒരു പശ പുതിന, കുറച്ചധികം മല്ലിച്ചപ്പ്, പിന്നെ അതുപോലെ കുറച്ചധികം നല്ലോണം തക്കാളി, പിന്നെ വെളുത്തുള്ളിയും കുറച്ച് നല്ലോണം, വെളുത്തുള്ളി ഇഞ്ചി വേറെ വെളുത്തുള്ളി വേറെ, രണ്ടും കുറച്ചധികം നല്ലോണം വേണം. പിന്നെ ബീഫ് ഏകദേശം അല്ല മട്ടൺ ബീഫ് അത് എന്താ പറയുക ഇഷ്ടമുള്ള എടുക്കാം. പിന്നെ ഉള്ളിയും വേണം. ഓക്കെ, അപ്പോൾ ഈ സാധനങ്ങളാണ് ഇപ്പം ഇവിടെ നിരത്തി വെച്ചത്. അപ്പോൾ ഈ സാധനങ്ങളും പിന്നെ ഈ ഒരു പാത്രത്തിൽ എണ്ണയല്ലേ, ഇത് എണ്ണയല്ലേ അല്ല ഓയിൽ, അങ്ങനെ ഒരു കുക്കറിൽ ഓയിൽ വെച്ചിട്ട് ഇതെല്ലാം ഇട്ടിട്ടൊന്ന് നല്ല ചകചകാന്ന് പറഞ്ഞിട്ട് വാട്ടാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യാം. കുക്കറിൽ ഓയിലിട്ട് എന്നിട്ട് ഇതാ ഉള്ളി ഇട്ട് ഇങ്ങനെ കുറച്ചായിട്ട് ആദ്യം പകുതി ഉള്ളി ഇടുക. എന്നിട്ട് നല്ലോണം ഒന്ന് നല്ല ഇടിച്ചു പൊളിയായിട്ട് ഇതാ ഇതേപോലെ വഴറ്റുക. ഓക്കെ, നമ്മുടെ ആത്താൻ്റെ സ്വന്തം ക്രിസ്റ്റി നമ്മുടെ കൂടെ ഇതാ ബാംഗ്ലൂർ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇതാ എന്താ പറയുക ഹെൽപ്പിംഗ് ആയിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ക്രിസ്റ്റി. ഇതെന്തല്ലേനു സാധനങ്ങൾ. പിന്നെ എനിക്ക് ആ കയ്യിൽ മനസ്സിലായത് മറ്റേ ഏലക്കായി അറിയൂ, ഏലക്കായി, കറുത്ത ഗ്രാമ്പു അറിയാലോ, ആ പൂവത്തെ സാധനം. ഗ്രാമ്പു മറ്റേ പട്ട കുറയും, ഗ്രാമ്പു കുറച്ചും, ഏലക്കായി എല്ലാം വല്ല ഒരു മീഡിയം, ഏകദേശം ഒരു ഗരം മസാലയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം. ഈ ഗരം മസാലൻ്റെ ഇതിൻ്റെ കൂടെ പിന്നെ ഇത് വെളുത്തുള്ളി കുറച്ച് നല്ലോണം വേണം. ഒരു കപ്പിൽ കൂടുതൽ വെളുത്തുള്ളി വേണം. അല്ലാണ്ട് നമ്മൾ പിന്നെ സാധാരണ നമ്മളെല്ലാം കൂടി ഒന്നിച്ചിട്ടുള്ള പശ എടുക്കുന്നില്ല, അതല്ല. ഇത് കൂടുതൽ വെളുത്തുള്ളി ഉണ്ട്. പിന്നെ ഇത് അതേപോലെ ഇഞ്ചിയും ഉണ്ട് കുറച്ച് നല്ലോണം. ഇതല്ല വെളുത്തുള്ളിൻ്റെ അത്ര ഇല്ലെങ്കിലും കുറച്ച് അത്യാവശ്യം ഇഞ്ചിയും ഉണ്ട് കുറച്ച്. ഇതാ നല്ലോണം ഇടുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം മൂലം കൂടി ഇതിൻ്റെ കൂടിയാണ് മിക്സ് ചെയ്യേണ്ടത്, ഗരം മസാലൻ്റെ കൂടെ. ഇതാ ഇങ്ങനെയാണ് പിന്നെ സംഭവം വരുന്നത്. ഇതാ ഇങ്ങനെ ഫുൾ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലുണ്ടാവും. ഓക്കേ, അതാ ഇതാ ഏകദേശം ഉള്ളി നല്ലോണം പിന്നെ വഴണ്ടിട്ടുണ്ട്. അതിൽ ഇത് മിക്സ് ചെയ്യാൻ ഈ സംഭവം ഇതിൽ ഈ ഉള്ളിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടി, പിന്നെ അതിൻ്റെ കൂടെ ഗരം മസാലപ്പൊടി എല്ലാം കൂടി അങ്ങനെ കുക്കറിൽ ഇതാ ഇടുന്നു. എന്നിട്ട് നന്നായിട്ട് വഴറ്റണം. ഇതിൽ കുറച്ച് ഉപ്പിടാൻ, അതിൻ്റെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ ഇതാക്കി വെക്കാം, കുഴച്ച് വെക്കാം കുറച്ച് നേരം. ഇത് നല്ല രസത്തിൽ അടിപൊളിയായിട്ട് നല്ല വേണ്ട നല്ല ബ്രൗണിഷിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ ഈ ഒരു സ്റ്റൈൽ ഇങ്ങനെ ആകുന്നവരെ എന്ത് ചെയ്യുക, നല്ല ക്ഷമയോടുകൂടി ഇതിങ്ങനെ വയറ്റി നല്ലോണം വാട്ടി വെക്കണം. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഉള്ളിയും പിന്നെ നേരത്തെ ഇഞ്ചി പച്ചമുളക് മറ്റേ അതിൻ്റെ പേസ്റ്റും പിന്നെ ഗരം മസാലയും ഇതെല്ലാം കൂടിയിട്ടാണ് ഈ ഒരു പരുവത്തിൽ വഴറ്റുന്നത്. അത്രയും സമയത്ത് നമ്മൾ ഇങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കണം. നല്ലോണം എന്താ പറയുക വഴറ്റണം. കുറച്ചധികം ഓയിൽ ഇടണേ, എന്നാലാ ഈ ഒരു അല്ലെങ്കിൽ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റി കളിക്കും. പിന്നെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇതേപോലെ സിമ്മിലാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മൊത്തത്തിൽ കലാശാവും. അതുകൊണ്ട് ഇങ്ങനെ സിമ്മിലിട്ടിട്ട് വേണം നമ്മളിങ്ങനെ കുറേ നേരം വഴറ്റാൻ. ഓക്കെ, അതൊരു എന്താ പറയുക അതൊരു ചെറിയൊരു ഇത് പറഞ്ഞതാണ്, ടിപ്പ് പറഞ്ഞതാണ്. ഇത്രയും പച്ചമുളകില്ലേ ഇതിൽ ഇതിന് ഹാഫ് മീൻസ് ഇങ്ങനെ ഓരോ ഈ 2 പീസാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ. അല്ലാണ്ട് മറ്റേ ഇങ്ങനെ കുഞ്ഞങ്ങായിട്ട് മുറിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാൻ. ഈ വഴറ്റിയ ഈ ഉള്ളിൻ്റെ ആ ഒരു പേസ്റ്റിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് ഫുൾ ഇടണ്ടേ? പകുതി അങ്ങനെ തന്നെ ഇടും.
പകുതി മുഴുവനായിട്ടും പിന്നെ പകുതി കട്ട് ചെയ്തിട്ടും. പിന്നെ ഉള്ളത് പച്ചമുളക് മൊത്തത്തിൽ അങ്ങോട്ടും ഇതാ ഇങ്ങനെ മുയ്യനോട് അങ്ങോട്ട് കൊടുക്കും. ഇതാ ഇങ്ങനെയാണ് പച്ചമുളകിൻ്റെ അവസ്ഥ. ഓക്കേ, എന്നിട്ട് വീണ്ടും ഇങ്ങനെ വഴറ്റൽ. ഇനി ഇതാ പച്ചമുളകിലിട്ട് ഇനി ഇതാ തക്കാളി കുറച്ച് നല്ലോണം ഇടണേ. ഉള്ളിനക്കാളി എന്ന് പറഞ്ഞ പോലെ കൂടുതൽ തക്കാളിയാണ് ഇടേണ്ടത്. എന്നിട്ട് ആ തക്കാളിയും കൂടുതൽ ഇട്ടിട്ട് ഇതേപോലെ ഒന്നും കൂടി നന്നായിട്ട്, ഇത് സംഭവം എന്ന് വെച്ചാൽ ഇത് വഴറ്റലാണ് ഇതിൻ്റെ മെയിൻ. നന്നായിട്ട് വഴറ്റണം, വഴറ്റിക്കൊണ്ടേയിരിക്കണം. ഇതെന്തായിരുന്നു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഈ തക്കാളി ഇട്ടതിന് ശേഷം. പിന്നെ കുറച്ച് മുളക് പൊടി ഇടുക, കുറച്ച് മഞ്ഞൾ, കുറച്ച് മുളക് പൊടി, കുറച്ചധികം മഞ്ഞളൊക്കെ ഇട്ടു. പിന്നെ ഇതെന്താ കുറച്ച് മല്ലിപ്പൊടി, അതിൽ ഇത്തിരി ഇടും. എല്ലാം കുറച്ചിടാം. ഇത് വീണ്ടും എന്താ പറയുക അതിലേക്കിട്ട് ഒന്നുകൂടി നല്ലോണം വഴറ്റാം. ഇനി ഇതെല്ലാം വഴറ്റിയതിന് ശേഷം മട്ടൺ നമ്മൾ നേരത്തെ ഇതാക്കി വെച്ചാൽ മട്ടൺ എടുത്തിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം, നല്ലോണം മിക്സ് ചെയ്യാം. അതിൽ ഇത് മല്ലിച്ചപ്പും ഈ ഇതിൽ തന്നെ ഇടണം. നല്ലോണം മല്ലിച്ചപ്പ് ഇടണേ, നല്ലോണം മല്ലിച്ചപ്പ് നല്ലോണം ഇടാം. പിന്നെ ഈ പുതിന ഇതും ഇടാം നല്ലോണം. കണ്ടാ, ഇതെല്ലാം നമ്മൾ വേറെ തന്നെ ഒരു സ്റ്റൈലാണ് നമ്മൾ ഉണ്ടാക്കുന്ന സംഭവം. ഇതാണ് നമ്മുടെ ആത്താൻ്റെ സ്വന്തം ബാംഗ്ലൂർ ബിരിയാണിയിലേക്ക് നമ്മൾ പോവുകയാണ്. അങ്ങനെ എല്ലാം കൂടി ഇതാ ലാസ്റ്റിൽ ഇതെല്ലാം ഇട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് വേവിക്കാൻ വെക്കണം അല്ലേ. അങ്ങനെ ഇതെല്ലാം ഒന്ന് ഇതാക്കിയതിന് ശേഷം നമ്മൾ എന്ത് വിസിലിടാൻ പോവുകയാണ് കുക്കറിൽ. ഓക്കെ, നല്ല മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ ഇതിലൊട്ടും വെള്ളമൊന്നും ഇടണ്ട, വെള്ളം ഇടാണ്ട് വിസിലിട്ടാൽ മതി. വെള്ളം തീരെ വേണ്ട. കാരണം എനിക്ക് തോന്നുന്നത് അതിൽ ഇറച്ചിയിലുള്ള വെള്ളം അതിലേക്ക്, പിന്നെ തക്കാളി ഉള്ളി എല്ലാത്തിൻ്റെ വെള്ളം അതിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വിസില് ഇടുന്നതിന് മുന്നേ ഇതേപോലെ ഒന്ന് തക്കാളിയും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് വെന്ത ഒരു ഏകദേശം നമുക്ക് മനസ്സിലാവും നല്ലോണം ഒരു വെന്ത പോലെ ആയതിനു ശേഷമാണ് നമ്മൾ വിസിലിടേണ്ടത്. അങ്ങനെ ഇതാ നമ്മൾ കുക്കർ വിസിലൊക്കെ വെച്ച് ഇതെങ്ങനെ വെയിറ്റിംഗ് ചെയ്യാണ്. അങ്ങനെ വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഇതിൻ്റെ വിസിലടിച്ചതിന് ശേഷം ബാക്കി പറയാം. നമ്മൾ കുക്കർ ഇങ്ങനെ വിസിലടിയുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഇതാ നമ്മുടെ ബിരിയാണിയുടെ പാത്രം വെച്ചു, നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ട് അതിലിപ്പോൾ അത് കുറച്ച് കാഞ്ഞതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ ബട്ടറല്ല, ഇത് ഓയിലിട്ടതിന് ശേഷം കുറച്ച് നല്ലോണം കാഞ്ഞതിന് ശേഷം ഇതാ ഈ അരി നല്ലോണം കഴുകി ഊറ്റി വെച്ച അരി ഇട്ടിട്ട് ഇങ്ങനെ ഒന്നും കൂടി ആ എണ്ണയിലിട്ടിട്ട് നല്ലോണം വറുക്കാം. അടിപൊളിയായിട്ട് വറുക്കാം. പിന്നെ മറ്റേ സാധാരണ നാടൻ ഇത് വെക്കുന്ന പോലെ കൂടുതലായിട്ട് വറുക്കണ്ട. അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിയാൽ മതി. അതിൽ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇടാൻ. എന്നിട്ട് ഇതേപോലെ ഒന്നുകൂടി വഴറ്റാം. ഏകദേശം വറുത്തതിന് ശേഷം ഇതാ നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കാം. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നാൽ കണക്കിൽ നിങ്ങൾ എടുത്താൽ മതി. കാരണം ഓരോരാൾ എത്ര ഗ്ലാസ് അരിയാന്നുള്ള ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ വെള്ളം എടുത്താൽ മതി. എന്നിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഇത് വെക്കാം. പിന്നെ ചില ആൾക്കാർ ഈ ചട്ടവും വെച്ചിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് അളവ് എടുക്കുന്നത് കാണാം. അത് ചില ആൾക്കാർക്ക് അതറിയാൻ പറ്റൂ. അല്ലാത്തൊരു ഈ അരിയിലിട്ടതിന് ശേഷം കുറച്ച് ബട്ടർ ഇടണം. അത് എന്തായാലും നിർബന്ധമാണ്. കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഇതേപോലെ ഇതിൽ കുറച്ച് പിന്നെ മറന്നു വേണ്ട, കുറച്ച് ചെറുനാരങ്ങ നീരും ലാസ്റ്റ് ഇട്ടിട്ട് ഏകദേശം ഒരു വേവ് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, മൂടി വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് നമ്മുടെ മട്ടൺ ഇങ്ങനെ കുക്കറിൽ കിടക്കുന്നുണ്ട്. ഇവിടെ ചോറ് ഇവിടെ വെന്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ അരി ഇങ്ങനെ ഇത് ചെയ്തുകൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക വെന്തതിൻ്റെ വെള്ളം കുറച്ചായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പിന്നെ അരി വയറ്റുമ്പോൾ ആ ഒരു വെന്തതിൻ്റെ വെള്ളം ഈ അരിയിലേക്ക് മിക്സ് ചെയ്യാം. ഈ അരി വറുത്തുകൊടുക്കുമ്പോൾ എന്താ പറയുക വെള്ളം ഇങ്ങനെ വയറ്റുകൊടുക്കുമ്പോൾ പിന്നെയും ആ ഒരു വെള്ളത്തിൽ എന്നിട്ട് അരി പോകണം.
ഇതെന്താ സംഭവം? ആ പിന്നെ ഇല്ലേ ഇതിൻ്റെ എല്ലാം മിക്സ് ഇല്ലേ, ഈ മട്ടണും ഇതൊക്കെയുള്ള വെന്തതിൻ്റെ കുക്കറിലിട്ടിട്ട് നമ്മൾ വേവിച്ചിട്ടില്ലേ, അതിൽ പിന്നെ ഈ കട്ടിക്ക് തേങ്ങ അരച്ചിട്ട് അതൊന്ന് ഒഴിക്കാം. കട്ടിക്ക് തേങ്ങ ഒന്ന്, അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് നമ്മളിങ്ങനെ അരക്കൂല, കുറച്ച് തേങ്ങയാണ്, ഒരു ചെറിയ ഒരു കപ്പ് തേങ്ങ അരച്ചിട്ട് അതിലേക്ക് അങ്ങ് മിക്സ് ചെയ്യാം. പിന്നെ അതിൽ എന്താ ചെയ്യുക, ഇതിൽ തൈരും വേണ്ടേ, അതിൻ്റെ കൂടെ ഇതാ നമ്മുടെ തൈര്, എന്താ പറയുക, നമ്മുടെ മറ്റേ പുളിയില്ലാത്ത തൈരില്ല, അതാണ് കൂടുതൽ ബെറ്റർ. ഇതാ ആ തേങ്ങ ഒഴിച്ച അതും അതിൻ്റെ കൂടെ ഈ തൈരും കുറച്ച് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഈ നമ്മളിപ്പോൾ വേവിച്ച് വെച്ച സംഭവമില്ലേ കുക്കറിൽ, അതിലേക്ക് ഇത് മിക്സ് ചെയ്യാം. ഒരു ഭാഗത്ത് അവിടെ അരി വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടെ ഇത് സംഭവം ഒന്ന് മിക്സ് ചെയ്യാം. ഇതാ ഇതെല്ലാം കൂടി ഈ കുക്കറിലുള്ള എല്ലാ സംഭവം എടുത്തിട്ട് എന്താ ചെയ്യുക, ഈ അരിയിലേക്ക് അങ്ങനെ മൊത്തത്തിൽ എല്ലാം ഇട്ട് ഇങ്ങനെ ടഗാന്നിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ക്ലൈമാക്സിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ ബിരിയാണി, ബാംഗ്ലൂർ ബിരിയാണി. സൂപ്പർ ടേസ്റ്റ് താൻ, കാണുമ്പോൾ തന്നെ നല്ല 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 മണം ഇങ്ങനെ മുട്ടിലേക്ക് ഇങ്ങനെ അടിച്ച് വരുന്നുണ്ട്. അടിപൊളി മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ദമ്മ് ചെയ്യണം എന്നിട്ട് ഇതിങ്ങനെ ദമ്മ് സംഭവം ദമ്മിലേക്ക് ഇനി പോണ ഇത് സംഭവം. ഇതിപ്പോൾ ഇവർ ഓവനിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ദമ്മിടാൻ പോയാണ്. അല്ലാത്തവർക്ക് ഇത് അടിയിലൊരു മൂടി പോലത്തെ സാധനം വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം ഇങ്ങനെ ദമ്മിൽ വെച്ചാൽ മതി. ഇങ്ങനെ മൂടിയിട്ടല്ലോ ഇവരിപ്പോൾ പെട്ടെന്നുള്ള ഇത് വേണ്ടിയിട്ട് എന്താ പറയുക, ഇതിലേക്ക് ഇട്ടിട്ട് ഓവനിൽ വെക്കാൻ പോയാണ്. അല്ലാത്തത് ഇങ്ങനെ അടിയിലൊരു മൂടിയൊക്കെ വെച്ച് ഒരു ദമ്മാക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി, നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ബാംഗ്ലൂർ ബിരിയാണി ക്ലൈമാക്സിലേക്ക് എത്തി. ഫൈനലി നമ്മുടെ ബിരിയാണി മീൻസ് നമ്മുടെ ആത്തൻ്റെ സ്വന്തം സ്പെഷ്യൽ ബിരിയാണി, ബാംഗ്ലൂർ ബിരിയാണി. യെസ്, ബാംഗ്ലൂർ ബിരിയാണി ഇതാ എല്ലാം ഫുൾ സെറ്റായി, ദമ്മായി ഫുൾ സെറ്റ്. ഇതാണ് യാസ്. അങ്ങനെ ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിച്ചു. ഇതിൻ്റെ കൂടെ നല്ല ബീഫ് പൊരിച്ചത്, പിന്നെ 2 തരം സാലഡ്. ഇത് നല്ല ടേസ്റ്റാണ്, ഇതൊരു പ്രത്യേക തരം സാലഡാണ്. ഇതൊക്കെ ആയിട്ട് നമ്മളിത് അടിച്ചു വിടാൻ പോവുകയാണ്. അച്ചാറുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു സേമിയ പായസമുണ്ട്.